കുട്ടികളെക്കുറിച്ചാണ്. നമ്മളൊക്കെ ആ പ്രായം കടന്നു വന്നവരാണ്. നമ്മുടെയൊക്കെ പ്രായത്തിൽ നമ്മൾ പലവിധ വിനോദങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്. എന്നൊക്കെ ഇരുന്നാലും ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അകപ്പെട്ടിരിക്കുന്ന ഒരു കെണിയുണ്ടല്ലോ, മയക്കുമരുന്ന് എന്ന ഒരു കെണി, വലിയ കെണി ഒരു വശത്തുണ്ട്. അതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പക്ഷേ അധികമാരും സംസാരിക്കാത്ത ഈ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളിൽ കുട്ടികൾ അതിനടിമപ്പെട്ടു പോയിട്ടുള്ള അവസ്ഥ, അത് അതിഭീകരവും അതിദയനീയവുമാണ്. എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ സാധാരണ ഒരു തമാശകൾ നിറഞ്ഞ അത്തരം ഗെയിമുകളല്ല ഈ കുട്ടികളെ ആകർഷിക്കുന്നു എന്നുള്ളത് ഒരു ഭയാനകമായ സത്യമാണ്. കാരണം കുട്ടികളെ ആകർഷിക്കുന്ന ഗെയിമുകൾ ഈ തോക്കും മിസൈലും അതിവേഗത്തിൽ ഓടിക്കുന്ന കാറും ഒക്കെ ആയിട്ടുള്ള കളികളോടാണ് കുട്ടികൾക്ക് താല്പര്യം. കുട്ടികൾ ഇതിനെ അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. വീട്ടിൽ അമ്മമാരുടെ ഫോണാണ് ഇവരുടെ ആയുധം. ഇതിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോട് കൂടിയിട്ട് പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള താല്പര്യം ഇല്ലാതാവുകയാണ്. രണ്ട്, ക്രിമിനൽ വാസനകൾ അധികമാവുകയാണ്. 3, വിഷാദ രോഗം പോലുള്ള രോഗങ്ങൾക്ക് അടിപ്പെടുകയാണ്. ശരിക്കും ഇത് നിയന്ത്രിക്കേണ്ടത്, നമ്മൾ പറയും അമ്മമാർ ഫോൺ കുട്ടികൾക്ക്, അതൊന്നും നടപ്പിലാകുന്ന വിഷയമേ അല്ല. അമ്മമാരെയൊക്കെ അവർ ഒടിച്ചു മടക്കി വെച്ചിട്ട് ഈ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോകും. അത്ര വാശിയുള്ള കുട്ടികളാണ് ഈ പുതുതലമുറയിലുള്ള കുട്ടികൾ ബഹുഭൂരിപക്ഷവും. ഇത് ഗവൺമെൻറ് നിയന്ത്രിക്കേണ്ട ഒരു സംവിധാനമല്ലേ? ഇത്തരം കുട്ടികൾ ഉപയോഗിക്കുന്ന ഇത്തരം ഭീകരമായ ഗെയിമിംഗ് ആപ്പുകൾ നിരോധിക്കേണ്ട കാലം എന്നേ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അധികാരികൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്താതിരിക്കുന്നത് എന്ന് എന്നെപ്പോലുള്ള ചിന്തിക്കുന്നവർക്ക് അതിശയം തോന്നുകയാണ്. കാരണം നമുക്ക് നമ്മുടെ വരും തലമുറയിലേക്ക് ഉള്ള കുട്ടികളെ വാർത്തെടുക്കേണ്ടത്, ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ കടമയല്ലേ? മാതാപിതാക്കളുടെയും ആ രാജ്യത്തിൻ്റെയും ആ സമൂഹത്തിൻ്റെയും ആ നാടിൻ്റെയും ഒക്കെ കടമയാണ് അച്ചടക്കമുള്ള നല്ല ഒരു സമൂഹത്തെ വളർത്തെടുക്കുക എന്നുള്ളത്. അതിന് വിഘ്നം വരുത്തുന്ന രീതിയിലുള്ള ഇത്തരം ആപ്പുകളെ ഗവൺമെൻറ് നിരോധിച്ചില്ലെങ്കിൽ അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.